നമുക്ക് ഒരു ചെറിയ ബിസിനസ്സിൽ നിന്ന് ഒരു ദിവസം 15,000 രൂപ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡയലോഗ് വരും, ഒന്ന് പോ സാറേ, നിങ്ങൾക്ക് അവിടെ കയറിയിരുന്നതൊക്കെ പറഞ്ഞാൽ മതി, ഇതൊന്നും നടക്കില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു ലേഡി അയച്ച കമന്റ് ആണ്, ചുമ്മാ നിങ്ങൾക്ക് ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഇതൊന്നും നടക്കില്ല. പക്ഷെ ആ ഒരു ബിസിനസ് വളരെ സിമ്പിൾ ആയിരുന്നു, വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതായിരുന്നു. തീർച്ചയായിട്ടും അവർ ശ്രമിച്ചാൽ നടക്കുന്നതാണ്. നമുക്കിപ്പോൾ എന്താ, ശ്രമങ്ങളൊന്നുമില്ല, കഷ്ടപ്പെടാൻ എന്നെ കൊണ്ട് വയ്യ, പക്ഷെ എനിക്ക് പണം വേണം താനും, ഇതാണ് ചിന്ത. എന്നാൽ അതിന് വിപരീതമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലേഡിയെ കണ്ടിരുന്നു. അവർ നിരന്തരം എനിക്ക് കമന്റ് ചെയ്ത് അവരെ കാണാൻ പ്രേരിതനാക്കുകയാണ് ചെയ്തത്. അവരുടെ ഒരു ഇന്തൂസിയാസം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എന്തെങ്കിലും ചെയ്യും, അവർക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ സാധിക്കും. അറിവുകൾ വളരെ പരിമിതമാണ് അവരുടെ, പക്ഷെ അവർ ചെയ്തിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. നമ്മളാൽ കഴിയുന്ന സഹായം തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പ്രതിദിനം 15,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസിനെ കുറിച്ചാണ്. അപ്പോൾ ആ ബിസിനസ് നമുക്ക് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ വേണ്ടിവരും, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടിവരും, എത്ര ബജറ്റ് വേണ്ടിവരും, എങ്ങനെയൊക്കെ അത് ചെയ്യണം, റോ മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. കഷ്ടപ്പാടാണ്, കഷ്ടപ്പാടില്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മിഠായികൾ. പലതും പ്രിസർവേറ്റീവ്സ് കൂടി വരുന്നതാണ്, കെമിക്കൽസ് കൂടി വരുന്നതാണ്. അതൊന്നും കാണാതെ അതിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് നമ്മൾ അത് വാങ്ങി കഴിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ആരോഗ്യദായകമായ, കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു മിഠായിയെ കുറിച്ചാണ്. ആ മിഠായി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ കടല മിഠായിയാണ്, ഇല്ലെങ്കിൽ കപ്പലണ്ടി മിഠായിയാണ്. ഈ കടല, കപ്പലണ്ടി എന്നുള്ളത് പല ദേശങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് പഴയ കാലത്തെ രുചികളിലേക്ക് മടങ്ങിപ്പോകാൻ, അതായത് ഒരു നൊസ്റ്റാൾജിയ, അതിലേക്ക് മടങ്ങിപ്പോകാനുള്ള പ്രവണത എല്ലാ മേഖലകളിലും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ മിഠായിയുടെ വിപണിയും. പഴയകാല രുചികൾ, അത് നമ്മുടെ നാവിൽ ഉണർത്തുന്ന ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി ഉള്ള തത്രപ്പാടിലാണ് ആളുകൾ. അപ്പോൾ ആ തരത്തിലുള്ള മിഠായികൾ നമ്മൾ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക്. ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പല ചെറുകിട സംരംഭങ്ങളും ഇതുപോലെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംരംഭം ആണ് ഈ പറയുന്ന കടല ഇല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് എന്താണ് എന്നൊന്ന് അറിയാം. നമുക്ക് ഈ പ്രോഡക്റ്റ് ആരംഭിക്കണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അധികം ചെലവൊന്നുമില്ല. നമുക്ക് ഉള്ള പാത്രങ്ങളും ഇല്ലെങ്കിൽ പാനുകളും ഒക്കെ വെച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. എന്നാൽ അല്പം കൂടി മാർക്കറ്റ് കവർ ചെയ്യണം, കുറച്ചധികം ബിസിനസ് വേണം എന്ന് തോന്നുന്നവരാണെങ്കിൽ അല്പം പണം മുടക്കി തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊരു പക്ക ബിസിനസ് ആയിരിക്കും. അങ്ങനെ ഒരു സംരംഭം വളരെ വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും വിജയിക്കുകയും ചെയ്യും. അതിന് അല്പം മുതൽ മുടക്ക് ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ മുതൽ മുടക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൈ ഉപയോഗിച്ച് ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഇതുപോലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് നമ്മളുടെ കൈകൾ ഉപയോഗിച്ച് തന്നെ ഇതുണ്ടാക്കാം. എന്നാൽ മോഡേൺ മിഷനറികൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഗുണനിലവാരം കൂടും, അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരും, അതിന്റെ ഔട്ട്ലുക്കിന് വ്യത്യാസം വരും. ആ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇവിടെ വൃത്തി വലിയ ഘടകമാണ്, ഗുണനിലവാരം വലിയ ഘടകമാണ്, അതൊക്കെ ഇതിന് വേണം. അങ്ങനെ ഉണ്ടാക്കുന്ന മിഠായികൾ അത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് നെയിമിലാക്കി നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളുടെ പ്രോഡക്റ്റിന് ഒരു വിപണി നേടിയെടുക്കാൻ പറ്റും. ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് അധികം ഘടകങ്ങൾ ഒന്നും തന്നെയില്ല. ശർക്കര വേണം, കടല ഇല്ലെങ്കിൽ കപ്പലണ്ടി വേണം, പീനട്ട് അത് വേണം. അങ്ങനെയാണ് ഈ പീനട്ടിന്റെ ബാർ അല്ലെങ്കിൽ ചിക്കി ബാർ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടി വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മെഷീനാണ്. അതിന് പീലർ മെഷീൻ എന്ന് പറയും, അല്ലെങ്കിൽ പീലർ ആൻഡ് കട്ടിംഗ് മെഷീൻ എന്ന് പറയും. അത് കപ്പലണ്ടിയുടെ തൊലികളെയും അതുപോലെ തന്നെ ഒരേ അളവിൽ അതിനെ നുറുക്കുകയും ചെയ്യും.
ശേഷം വരുന്നതാണ് മിക്സർ ആൻഡ് ബ്ലെൻഡിങ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ നമുക്ക് വേണ്ടി വരും. ആ മെഷീനിൽ എന്താണ്, ഈ കപ്പലണ്ടിയും ശർക്കരയും കൂട്ടിക്കുഴച്ച് നല്ല ഒരു പരുവത്തിലാക്കി എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഇത് ഷീറ്റായിട്ട് പരത്തുന്നു. പിന്നെ വേണ്ടത് കട്ടിംഗ് ബ്ലേഡ് ആണ്. അതുപോലെ തന്നെ ഷീറ്റ് ഡൈയും. നമ്മൾ ഈ കുഴച്ചു വെച്ച സാധനം ഈ ഷീറ്റ് ഡൈയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പാ പോലെ അല്ലെങ്കിൽ ഒരു ടൈൽ പോലെ ആകും. അതിനെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന പരിപാടിയാണ് കട്ടിംഗ് ബ്ലേഡിനുള്ളത്. ഷീറ്റിംഗ് ഡൈക്ക് ആ ഷീറ്റ് ആക്കുന്ന പണി. ഈ മെഷീനിൽ ഓട്ടോമാറ്റിക് കട്ടിംഗ് സൗകര്യമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അധികമായിട്ട് വളരെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണ് ഇത് വേണ്ടി വരുന്നത്. ഇവിടെ ഒരു വിഷയമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അത്രയും പണമില്ല, ഞങ്ങൾക്ക് മെഷീനറികൾക്ക് വേണ്ടി മുടക്കാൻ പണമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അതാണെങ്കിൽ ഈ ഒരു ചെറിയ പാൻ മേടിച്ചാൽ മതി. അതായത് പാൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയറിലുള്ള ഷീറ്റുകൾ കിട്ടും. ബേക്കറികളിലൊക്കെ ചെന്നാൽ കാണാം അത്തരത്തിലുള്ള പാൻ കിട്ടും. അത് അലുമിനിയത്തിന്റെ കിട്ടും, സ്റ്റീലിന്റെ കിട്ടും. അത്തരത്തിലുള്ള പാൻ മേടിച്ചു കഴിഞ്ഞാൽ ആ പാൻ വെച്ച് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. പിന്നെ ബാക്കി നമുക്ക് ഉരുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഈ ശർക്കര ചൂടാക്കി എടുക്കാനും കപ്പലണ്ടി വറുത്ത് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ടി വരും. ആ പാനിൽ ഈ മിശ്രിതം ഒഴിച്ച് ഒന്ന് ആറിക്കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് പീസുകളാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ തോതിലുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്കിവിടെ മെഷീനറികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള മെഷീനറികൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിൽ ആ മെഷീനറികൾ കാണിക്കാത്തതാണ്. ഇന്ത്യ മാർട്ട്, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ, ട്രേഡ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള മെഷീനുകൾ ലഭ്യമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് ചെറിയ രീതിയിൽ നമ്മളുടെ ചുറ്റളവിൽ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കച്ചവടം മാത്രം മതിയെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ ചെറിയ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ എന്താണ്, അത് വിൽപ്പന നടത്തുമ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് വിഹിതവും അതനുസരിച്ച് നമ്മളുടെ വരുമാനം അത്ര കണ്ട് ഉയരുകയില്ല, എന്നാൽ നമുക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ വലിയ സംരംഭങ്ങളാകുമ്പോൾ ഇത്തരത്തിലുള്ള മെഷീനറികൾ വാങ്ങിക്കേണ്ടി വരും. ആ മെഷീനറികൾ വാങ്ങിച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു ഷെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഈ മെഷീനറികൾ ഇറക്റ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ മെഷീനറികൾക്ക് ഏകദേശം ഒരു എമൗണ്ട് ആണ് പറയുന്നത്, ഒരു 2.5 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അതുപോലെ തന്നെ നമുക്ക് പാക്കിംഗ് മെഷീൻ വേണ്ടി വരും. അതായത് ഈ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ ഡയറക്റ്റ് ബെയർ ഹാൻഡ് വളരെ കുറവാണ്, അതുകൊണ്ട് പാക്ക് ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പോൾ ആ ഒരു പാക്ക് ചെയ്യുന്ന മെഷീന് സ്വല്പം കൂടുതൽ കോസ്റ്റ് ആകും. ഒരു 3-3.5 ലക്ഷം രൂപയുടെ അടുത്ത് ആകുന്ന മെഷീനാണ് അത്. എന്നാൽ ചെറിയ രീതിയിലുള്ള ഹാൻഡ് പാക്കേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് ബാൻഡ് സീലിംഗ് ഇല്ലെങ്കിൽ സാധാരണ സീലിംഗ്, അത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ എഫർട്ട് കൂടും. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയ എങ്കിലും വേണ്ടി വരും. പിന്നെ ഈ മെഷീനറികളിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം 3 ഫേസ് മെഷീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 ഫേസ് കണക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ ഇതിനു വേണ്ടിയുള്ള ഫുഡിന്റെ ലൈസൻസ്, കൂടാതെ ട്രേഡിംഗ് ലൈസൻസ്, സ്വിഫ്റ്റ് അങ്ങനെയുള്ള സർക്കാരിന് വേണ്ടുന്ന കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ വാട്ടറിന് പ്രത്യേക ഒരു പരിഗണനയുണ്ട്. വാട്ടർ ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ചെക്ക് ചെയ്ത് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടെ പോവുകയാണെങ്കിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ലാഭം അല്ലെങ്കിൽ വിപണി എങ്ങനെയാണ് എന്ന് നോക്കാം. നല്ല ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇവിടെ ഇതിന്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. 1 കിലോ കപ്പലണ്ടിക്ക്, അതായത് തോട് പൊളിച്ച 1 കിലോ കപ്പലണ്ടിക്ക് 750 ഗ്രാം ശർക്കര എന്ന തോതിലാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അതായത് 1 കിലോയ്ക്ക് 3/4 കിലോ. നമ്മൾ ആ ഒരു രീതി വെച്ചുകൊണ്ട് നമ്മളൊരു 1000 രൂപയുടെ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമുക്ക് 2000 രൂപയ്ക്ക് കടക്കാർക്ക് കൊടുക്കാൻ കഴിയും. ഒരു അപ്രോക്സിമേറ്റ് ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. നമുക്കിവിടെ ഒരു 100% ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത്. നമുക്ക് 100 വേണ്ട, 50% ലാഭം കിട്ടിയാലും വളരെ നന്നായിട്ട് മുമ്പോട്ട് ഓടുന്ന ഒരു പരിപാടിയാണ്. നമ്മളിപ്പം നല്ല രീതിയിൽ ചെയ്യുകയാണ്. ഒരു ദിവസം നമ്മൾ ഒരു 200 കിലോഗ്രാം മിഠായി ഉണ്ടാക്കുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ പെർ ഡേ ലാഭമായിട്ട് നേടാം. ഞാൻ അതിനാണ് ആ കുറഞ്ഞ എമൗണ്ട് ആദ്യമേ പറഞ്ഞത് 15,000 രൂപ എന്നുള്ളത്. നമ്മളുടെ എക്സ്പെൻസസുകളെല്ലാം മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ 20,000. അപ്പോൾ അതിനെ അല്പം താഴ്ത്തി പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് 15,000 രൂപ പെർ ഡേ പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി
ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.